കടത്തനാട് അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും കോട്ടപ്പറമ്പ് സംരക്ഷണ ജനകീയ സമിതിയും ചേർന്ന് വടകര ചന്തപ്പറമ്പിൽ വിഷുചന്ത ആരംഭിച്ചു. ചന്തയുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ മെഗാ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കച്ചവടവും ആൾത്തിരക്കും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വടകര ചന്തപ്പറമ്പിന് കൂടുതൽ ഊർജ്ജസ്വലതയേക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും വിഷുചന്ത കൊണ്ട് കഴിയുമെന്ന് സംഘാടകർ പറഞ്ഞു. കോട്ടപ്പറമ്പിലെ വ്യാപാര വാണിജ്യ മേഖലയിൽ സജീവമാക്കാൻ വടകര നഗരസഭയുടെ പരിപൂർണ സഹായവും സഹകരണവും ഇടപെടലുകളും എപ്പോഴും ലഭിക്കുന്നു എന്നത് സ്വാഗതാർഹമായ കാര്യമാണെന്നും ഇവർ പറഞ്ഞു. വിഷുചന്തയിൽ കോഴിക്കോട് ജില്ലയിൽ ജൈവരീതിയിൽ കൃഷി ചെയ്ത തവിടുള്ള അരി, നവര അരി, രക്തശാലി അരി, തവിട് എന്നിവ അടക്കമുള്ള ജൈവോൽപ്പന്നങ്ങളും കഴുകി ഉണക്കിപ്പൊടിച്ച വിവിധ ഇനം കറിപ്പൊടികൾ, പച്ചക്കറികൾ, നാടൻ വെള്ളരിക്ക, സ്വയം തൊഴിൽ സംഘങ്ങളുടെ വിവിധ ഇനം അച്ചാറുകൾ, ശുദ്ധമായ വെളിച്ചെണ്ണ, തേൻ, കൂവപ്പൊടി, ഉണക്കമഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, ആയുർവേദ പച്ചമരുന്നുകൾ, ഔഷധ എണ്ണകൾ, തൈലങ്ങൾ, വരിക്കച്ചക്ക, വിവിധ ഇനം മില്ലറ്റുകൾ, അവിൽ, നാടൻ പലഹാരങ്ങൾ, തുണിത്തരങ്ങൾ, ചെരുപ്പുകൾ, വീട്ടുപകരണങ്ങൾ, കൊന്നപ്പൂവ് എന്നിവയും ചന്തയിലുണ്ട്. പായസങ്ങൾ കൂടാതെ രുചികരവും വ്യത്യസ്തവുമാർന്നതായ പ്രാദേശിക കർഷകർക്ക് ഭക്ഷണങ്ങളും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ മികച്ച വിലയിൽ വിഷുചന്തയിൽ വിൽക്കാൻ കഴിയും. ഏപ്രിൽ 14 വരെ ഒന്നാമത്തെ വിഷുദിനം വരെ ചന്ത ഉണ്ടായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിലായി ഉണ്ടായിരുന്ന നിർജ്ജീവാവസ്ഥ എല്ലാ വ്യാപാര മേഖല തകർന്നുപോയ ഒരു സാഹചര്യം, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനുശേഷം കോവിഡ് വന്നു. പിന്നീട് പൂർണ്ണമായി ആ മേഖല തകർന്നുപോയി. അതിനുശേഷം അവിടുത്തെ വ്യാപാരികളും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. കടത്തനാട് സൊസൈറ്റിക്ക് കഴിഞ്ഞ കൗൺസിൽ 2025 ലഭിച്ച ഒരു അംഗീകാരത്തിൻ്റെ പിന്തുടർച്ചയായിക്കൊണ്ട് അവിടെ ഒരു ഞായറാഴ്ച ചന്തപ്പറമ്പിൽ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയായിട്ട് നല്ല ടൈമായിട്ട് പോകുന്നതിൻ്റെ സാഹചര്യത്തിൽ ഈ പ്രാവശ്യത്തെ വിഷുചന്ത നടത്താനുള്ള അംഗീകാരം ഞങ്ങൾക്ക് തന്നു. അതിൻ്റെ ഭാഗമായിട്ട് നാളെ മുതൽ വിഷുചന്ത ആരംഭിക്കുകയാണ്. അതിനുള്ള വേണ്ട സംവിധാനങ്ങളും ഷർട്ടുകളെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിവരം അറിയിക്കാനാണ് ഇന്ന് മെയിനായിട്ട് നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. അതോടൊപ്പം തന്നെ ഞായറാഴ്ച ഔപചാരികമായിട്ടുള്ളൊരു ചില കലാപരിപാടികളും മറ്റുള്ള വർണ്ണം കൂട്ടുന്ന രീതിയിലുള്ള വ്യാപാര മേഖലയിലെ മറ്റു സ്ഥലങ്ങളിൽ ആളുകൾ വന്ന് അവർക്ക് വേണ്ട എല്ലാ സജ്ജനങ്ങളും ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കോട്ടപ്പറമ്പ് സ്റ്റേജ് കിട്ടുന്ന സ്ഥലത്താണ് അവർക്ക് ഷട്ടറുകൾ കെട്ടി കൊടുത്തിട്ടുള്ളത്. മേലയിൽ പച്ചക്കറിയും മറ്റുള്ള സാധാരണ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവും. കൂടുതൽ കച്ചവടക്കാരെ ആകർഷിപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഈ ചന്തപ്പറമ്പ് ഒന്ന് ഉണർന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പഠന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന് വേണ്ടിയുള്ള സഹകരണം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. അവിടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ 2025 കൗൺസിൽ പാസ്സാക്കി തന്ന കടത്തനാട് സൊസൈറ്റിക്ക് പാസ്സാക്കി തന്ന അംഗീകാരത്തിൻ്റെ മറവിലാണ് ഒരു സ്ഥലത്ത് സൊസൈറ്റിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞാൽ 3 കിലോമീറ്ററിൻ്റെ അപ്പുറം പിന്നെ വേറൊരു ചന്ത വരാനും പാടില്ല. അതിൻ്റെ സാങ്കേതികമായ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോട്ടപ്പറമ്പിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു കൊണ്ടുവരിക എന്ന സതുദ്ദേശത്തോട് മാത്രമാണ് എല്ലാവരും ഒത്തുപിടിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനത്തിന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ KNA അമീർ, ജനറൽ കൺവീനർ മണി PM നടക്കുതഴ, KP പത്മകുമാർ, സവാദ് വടകര, PK ശശി, KP പ്രസാദ് എന്നിവർ പങ്കെടുത്തു.